എന്തോട്ടോ വിശേഷം? ഒന്നും പറയണ്ടാ, മന്തിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വില. ഇന്നലെ ഒരു മന്തി വാങ്ങിച്ചു, ഭയങ്കര വിലയായിരുന്നു. എന്താ വില എടുത്ത്? 200 രൂപ ക്വാർട്ടർ മന്തി. 200 രൂപയോ? എന്നാൽ നിനക്ക് വെറും 100 രൂപയ്ക്ക് നല്ല അറേബ്യൻ ചിക്കൻ മന്തിയും നല്ല ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കിട്ടുന്ന സ്പോട്ട് കാണിച്ചു തരട്ടെ. 100 രൂപയ്ക്ക് ചിക്കൻ മന്തിയോ? അതേടാ, വെറും 100 രൂപയ്ക്ക് നല്ല അറേബ്യൻ മന്തിയും നല്ല ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറും കിട്ടുന്ന സ്പോട്ട് കാണിച്ചു തരാം. അതേ വേറെ സ്പോട്ടൊക്കെ സസ്പെൻസ്. ആദ്യം നീ വണ്ടിയിലോട്ട് കയറ്. അപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. 100 രൂപയ്ക്ക് ചിക്കൻ മന്തിയും കല്യാണ ബിരിയാണിയും നെയ്ച്ചോറും കിട്ടുന്ന സ്പോട്ട് കേട്ടോ. ഉസ്താദ് ബിരിയാണി എന്നാണ് ഈ ബിരിയാണി ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഇതേ കണ്ടോ, ഉസ്താദ് ബിരിയാണി എന്നാണ് പേര്. 100 രൂപയേ ഉള്ളൂ. അറേബ്യൻ ചിക്കൻ മന്തിയും കല്യാണ ബിരിയാണിയും പിന്നെ നെയ്ച്ചോറും ബീഫും. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഉസ്താദ് ബിരിയാണി എന്ന് പേര് പോലെ തന്നെ ഉസ്താദാണ് ഈ ബിരിയാണി കച്ചവടം നടത്തുന്നത് കേട്ടോ. അസ്സലാമലൈക്കും. പേരെങ്ങനെയാണ്? ഉസ്താദായിരുന്നല്ലേ? അതുകൊണ്ടാണ് ഉസ്താദ് ബിരിയാണി എന്ന് പേരിട്ടത്. ഇവിടെ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ തുടങ്ങി. 3 ദിവസമായിട്ട്. എന്തൊക്കെയാണ് ചിക്കൻ മന്തിയൊക്കെ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും 100 രൂപയ്ക്ക് ആൾക്കാർക്ക് കഴിക്കാന്നുള്ള ലക്ഷ്യം. എല്ലായിടത്തും കോസ്റ്റ്യൂം ആണല്ലോ, പിന്നെ പൈസ കൂടുതലാണ്. ചെലവ് ചുരുക്കി ആൾക്കാർക്ക് കഴിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ വേറെ എന്തുണ്ട്? ചിക്കൻ മന്തി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ബീഫ് കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ട്. ഇന്നെന്താണ് സ്പെഷ്യല്? ഇന്ന് ബിരിയാണി നോർമലാണ്. ദമ്മാണ് ഇനി ഉണ്ടാക്കാൻ ചെയ്യാൻ പോകാനല്ലേ? ഓക്കെ. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നാളെ മന്തി ആയിരിക്കും. മന്തി ആയിരിക്കും. ആഴ്ചയിൽ ഏതൊക്കെ ദിവസം എന്ന് പറയാൻ പറ്റുമോ? ഒരു 4 ദിവസം മന്തിയും 4 ദിവസം മന്തിയും പിന്നെ അല്ലാതെ ബാക്കി ഒരു 3 ദിവസം ബിരിയാണിയും കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉസ്താദിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അതിനകത്ത് വിളിച്ചാൽ അറിയാമല്ലോ ഏതൊക്കെ ദിവസം നമ്മൾ മന്തി ഉണ്ടെന്ന് ഉള്ള ദിവസം. തീർച്ചയായിട്ടും ഞാൻ അറിയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അറിയാം മന്തിയാണോ ബിരിയാണിയാണോ എന്ന് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എവിടാണ് സ്ഥലം? എവിടാണ് സ്ഥലം? ഇത് ഇരട്ടപ്പള്ളിക്കൂടത്തിന് സമീപം മാങ്കാങ്കുഴി. ഇരട്ടപ്പള്ളിക്കൂടത്തിന് മാങ്കാങ്കുഴിക്ക് ഇടയിൽ. ഓക്കെ. സോ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരുവാണോ ബിരിയാണി? തീർച്ചയായിട്ടും വീട്ടിൽ നിന്നാണ് വെച്ചോണ്ട് വരികയാണ്. ഇവിടെ എത്ര മണിയാകുമ്പോൾ വരും? രാവിലെ 11 മണിയാകുമ്പോൾ. 11 മണി മുതൽ തീരുന്നത് വരെ അല്ലേ? ഓക്കെ. നേരത്തെ ഈ ബിരിയാണിയൊക്കെ വെച്ച് പരിചയമുണ്ടോ? എങ്ങനെ? നേരത്തെ ഞാനൊരു കുറച്ച് വർഷങ്ങൾ പിന്നെ ഗൾഫിലായിരുന്നു. ദുബൈയിലുണ്ടായിരുന്നു, പിന്നെ അബുദാബി, ലബനാൻ അങ്ങനെ സ്ഥലങ്ങളിലാണ്. ഫുഡിന്റെ പരിപാടി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ മകൻ ഹാഫിളാണ്. അവൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിനും പിന്നെ കുക്കായിരുന്നു. അവിടെ ദിവസം ഒരുപാട് പരിപാടികളുണ്ട്. ഡെയിലി ഒരാഴ്ചയിൽ 4-5 പിന്നെ വെളിയിൽ നിന്നുള്ള ബിരിയാണി, നെയ്ച്ചോറ്. ഞങ്ങളുടെ നെയ്ച്ചോറും പിന്നെ ബിരിയാണിയൊക്കെ അവിടെ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ചെറിയ സാഹചര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നിന്ന് മാറിയെന്ന്. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരുവാണോ? ഇത് വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരിക. അതെ, കൊല്ലടവ് ചേട്ടത്തിയുടെ വീട്ടിൽ നിന്നാണ് വെച്ചോണ്ട് വരുന്നത്. ഓക്കെ. എത്ര പീസ് ചിക്കനാണ് കൊടുക്കുന്നത്? 2 പീസ് ചിക്കനും പിന്നെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന റൈസും. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? അച്ചാറുണ്ട്, സലാഡുണ്ട്. അച്ചാറും സലാഡും. പിന്നെ കുഴിമന്തിയുടെ കൂടെ കുഴിമന്തി ഉണ്ട്. കുഴിമന്തിയുടെ കൂടെ എന്തൊക്കെയാണ്? കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പീസ് ചിക്കനും പിന്നെ റൈസ്, ആവശ്യത്തിന് റൈസും പിന്നെ മയോനീസ് ഉണ്ട്, തക്കാളി ചമ്മന്തി, തക്കാളിയും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ സലാഡ്. ഗൾഫ് സിസ്റ്റം തന്നെ. ഓക്കെ. അത് ഏതൊക്കെ ദിവസമാണ് മന്തി ഉള്ളത്? മന്തി ഞങ്ങള് ഇപ്പം ഈ 3 ദിവസം, ആദ്യ ദിവസം മന്തിയായിരുന്നു, 2ാമത്തെ ദിവസം ഇന്നലെ നെയ്ച്ചോറായിരുന്നു, 3ാമത്തെ ദിവസം ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയതാണ്. എങ്ങനെ ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെ അറിയാൻ വേണ്ടിയാണ് ഓരോ ദിവസം ഇടവിട്ട് കൊണ്ടുവന്നത്. അപ്പൊ നാളെ ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം മന്തിയാണെന്ന് ഞാൻ ആദ്യം സ്ഥിതിക്ക് നാളെ തൊട്ട് കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് മന്തി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും? തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ നമ്പർ കൊടുക്കുക, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണല്ലേ? അപ്പൊ ഈ ഓർഡർ ചെയ്യുമ്പോൾ ഈ റേറ്റ് ആണോ അതോ അതിൽ കൂടുതൽ വരുമോ? ഓർഡർ വെളിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ വ്യത്യാസം വരും അല്ലേ?
അണ്ണ ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞങ്ങള് കുഴിമന്തി മേടിച്ചു, സൂപ്പർ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് കുഴിമന്തി വാങ്ങിച്ച് സൂപ്പർ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ബിരിയാണി വാങ്ങിക്കാൻ വന്നോ? ബിരിയാണി വാങ്ങിക്കാൻ വന്നത്. ഓക്കെ, ഇവിടെ അടുത്താന്ന് വീട്? ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല കിഡിലെ മന്തിയും ബിരിയാണിയും ഒക്കെയാണ് ഇവിടെ 100 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മാങ്കാക്കുഴിയിൽ നിന്ന് പന്തളത്തിന് പോകുന്ന റൂട്ട് ഇരട്ടപ്പള്ളിക്കുടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ.